ഹലോ ഗൈസ്, കുറച്ച് നാളായി നമ്മൾ ഓസ്കാറിന് ലൈഫ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാ, തോട്ടി പോയി ചൂണ്ടിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് തോട്ടിൽ നിന്ന് അരിച്ചു പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പാടത്തുള്ളൊരു ചെറിയ തോട്ടിൽ നിന്ന് മീനെ അരിച്ചു പിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ തോട്ടി പോയിട്ട് കാണാം. അതിമനോഹരമായ പാടം. അപ്പൊ ഗായ്സ്, നമ്മുടെ ആദ്യത്തെ ഗതികെട്ട മീൻ കിട്ടിയിട്ടുണ്ട്. അല്ല, മീനിന് ഗതിയില്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് അതിനടുത്ത് കാണാം. ഇതിന്റെ ഉള്ളിലുണ്ട്. ആൻഡ് അവർ ഫസ്റ്റ് മീൻ ഗോയിങ് ടു. ഇത് നമ്മുടെ ഓസ്കാറിന്റെ വയറ്റിൽ പോകേണ്ട മീനുകളാണ്. ഓക്കെ, ചെമ്മീൻ കാണാൻ പറ്റുള്ള. ബ്രോ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻ പിടിക്കൽ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അഡ്വഞ്ചറസ് മീൻ പിടുത്തവർ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ എന്താ കിട്ടിയ മീനുകളാണ് ഇതെല്ലാം. കുറേ മീൻ കിട്ടി കേട്ടോ. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാനാണ് വന്നത്, പക്ഷെ കുറേ ചെമ്മീനുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഓസ്കാറിന് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ തിന്നുമെന്നറിയില്ല, കൊടുത്തു നോക്കാം. ഇവിടെ മീനുള്ളത് കാരണം നമുക്ക് സ്ഥിരം ഓസ്കാറിന് കൊടുക്കാൻ പറ്റുന്നതാണോ പ്രതീക്ഷ. പിന്നെ കുറച്ച് പുതിയ ഓസ്കാറിന് മേടിക്കാനും പ്ലാൻ ഉണ്ട്. കലങ്ങിയ വെള്ളം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലായി. എന്നാലും ജസ്റ്റ് കാണിച്ചതാണ്. നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് എന്തായാലും വേറൊരു വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഓസ്കാറിന് ഇട്ട് കൊടുക്കുമ്പോഴേക്കും കാണിച്ചു തരാം. നല്ല ശുദ്ധമായ വെള്ളമാണ്. എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ചെളിവെള്ളമായി. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ചെളിവെള്ളമായി. നമുക്ക് ഇനി ഇപ്പുറത്ത് കഴുകാം. ഇടുക ഇതാകുമ്പോഴേക്കും ചെളിവെള്ളം അങ്ങോട്ട് പോകും, നല്ല വെള്ളം എനിക്കും കിട്ടും. ഇപ്പം എങ്ങനെയാ, മീൻ കൊണ്ടുപോയിട്ട് ഓസ്കാറിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യണം. ഓസ്കാറിന്റെ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓസ്കാറിന് തിന്നാൻ കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ കമോൺ. ആയുധം ചെറിയ ചെറിയ കളികൾ മാത്രം. വെള്ളത്തിൽ എവിടെ താഴാവ് നടക്കുമ്പോൾ ക്വാക്ക്. ആ പോത്ത് നമ്മളെ തന്നെ നോക്കിക്കണം. നമ്മുടെ ഫാനാന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, കയറ് നീളുണ്ടാ. ഇനി കുഴപ്പമില്ല. ബാഡാ, പോത്തിന് താല്പര്യമില്ല. എന്ത് ചെയ്യാനാ, തോൽക്കുന്നുള്ള പേടി. ഓസ്കാറിന്റെ വെള്ളം ചീത്തയായിട്ടുണ്ട്. അപ്പൊ ഓസ്കാറിന്റെ വെള്ളം മാറ്റിയിട്ടാണ് ഈ മീനിനെ നമുക്ക് ഇട്ട് കൊടുക്കുക. അത്ര നേരം ഓമാരി പക്കറ്റി കിടക്കട്ടെ. കുറച്ച് വെള്ളം എടുത്തിട്ട് ഓസ്കാർ തിന്നാൽ നാളം കൊണ്ട് എല്ലാം തീരും. കാരണം കുറച്ച് മീനല്ലേ ഉള്ളൂ, എല്ലാം ചെറിയ മീനുമാണ്. ഇനി നമ്മൾ തോട്ടിൽ കുറച്ച് മീൻ കുഞ്ഞുണ്ടായാൽ അതും കുറെ കുഞ്ഞുണ്ടാവും. കുറെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടോ? ചെമ്മീൻ കറി ആക്കിയാലോ നേരം. ഇവിടെ പച്ചയ്ക്ക് കൊടുക്കുന്ന ചെമ്മീനല്ലേ, അതിന് ഈ സൈസേ ഉള്ളൂ. നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ ഇറക്കി വെച്ച്. അതന്നെ, തായ്ലൻഡിൽ കൊടുക്കുന്ന ചെമ്മീൻ ഈ സൈസൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ എന്താ ടെമ്പറേച്ചർ. അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ നമ്മൾ ഓസ്കാറിന്റെ കൂട്ടിലേക്ക് തുറന്നു വിടുന്നതായിരിക്കും. അതോടെ ഇവരുടെ അന്ത്യവും ചിലപ്പോൾ സംഭവിക്കാം. അതുകൊണ്ട് കാണാനുള്ളവർക്ക് അവസാനമായിട്ട് കണ്ടോളൂ. നിങ്ങളുടെ നാട്ടിൽ തലയിൽ പൊട്ടുള്ള മീൻ എന്താ പേര് പറയാമെന്ന് കമന്റ് ചെയ്യുക. എന്താ രസം, എല്ലാ മീനും നല്ല ആക്റ്റീവാണ് ഇപ്പോൾ. ചെറിയ മീനൊന്നും കാണുന്നില്ല. ഇവർ തിന്നുന്നാണ് എന്റെ പ്രാഥമിക നിഗമനം. അപ്പൊ നമ്മുടെ ഓസ്കാറിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഇത് ഓഫ് ആക്കിയിട്ട് നമുക്ക് നെറ്റ് എടുത്ത് കാണാം. ഈ നെറ്റിനെ നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്ലിപ്പുകളാണ്. ഈ ക്ലിപ്പിൽ കുറെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. നെറ്റ് കുഴപ്പമില്ല കേട്ടോ. നെറ്റ് പ്ലാസ്റ്റിക് നെറ്റ് ആയാലും അങ്ങനെ കീറിയിട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഈ ക്ലിപ്പ്. ഇവിടെ ഇതിന് വെള്ളത്തിന് ഭയങ്കര മണമാണ്. ഭയങ്കര മണമല്ല, എന്നാലും റൂമിൽ വെച്ചേക്കുന്ന കാരണം മണമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ക്ലീൻ ആക്കാൻ നോക്കുന്നത്. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ മേടിച്ചിട്ട്, അതുകൊണ്ട് തന്നെ നെറ്റ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ വെള്ളം വെച്ചുള്ള സാധനമാണ്. പിന്നെ ഒരു ബക്കറ്റ്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് 2-3 ബക്കറ്റ് വെള്ളം ഉണ്ടാവും മിക്കവാറും. കാരണം ഞാൻ നിറച്ചപ്പോഴേക്ക് അത്ര വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ ഓസ്കാറൊക്കെ ആരോഗ്യവാന്മാരാണ്. അങ്ങനെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്. ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. ഓസ്കാറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അതിന് വിശക്കുന്നുണ്ടെങ്കിൽ അത് ആ മൂലയ്ക്ക് നിൽക്കും. നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് അതൊന്നും നിന്നോളും. അപ്പൊ നമുക്കങ്ങനെ എപ്പോഴാ ഫുഡ് കൊടുക്കണമെന്ന് പറയണ കാര്യമില്ല.
അവരുടെ ആവശ്യത്തിന് അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്തോളും. നമ്മൾ ഈ ഓസ്കാറിന് ഇതുവരെ ലൈഫ് ഫീഡ് കൊടുത്തിട്ട് നമ്മൾ പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. പിന്നെ ഈ വീട് ആദ്യം നമ്മൾ കുറച്ച് മീൻ പിടിച്ചില്ലേ, ആ മീനിനെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ വെള്ളം ക്ലീനായി കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം. ചാടിക്കടിക്കായിരിക്കും ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ലൈഫ് ഫീഡ് കാണുന്നത്. അപ്പൊ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും, എന്നാലും തിന്നുമായിരിക്കും. നമുക്ക് നോക്കാം. ബക്കറ്റ് ലേശം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വെള്ളം കൂടെ കളഞ്ഞിട്ട് വരാം. അപ്പൊ ഈ സാധനം എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ വെള്ളം കണ്ടു. അപ്പൊ നമ്മുടെ ടാങ്ക് ഏകദേശം നമ്മൾ വെള്ളം കുറച്ചൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. 20% വാട്ടർ നിർത്തണം. അപ്പൊ ഇതിനുള്ളിൽ കുറച്ച് പായലൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് തേച്ച് കഴുകാം. പായല് കുറച്ചുള്ളൂ, ഇവരുടെ വേസ്റ്റ് നമ്മൾ ആയിരിക്കണം നേരത്തെ അടിച്ചത്. ഇനി പാലൊന്ന് വലിച്ചു കളയണം. ഈ ഫിൽറ്ററിന്റെ അടിയിൽ ഉള്ള അത്ര വെള്ളം മാത്രമേ കളയുന്നുള്ളൂ, ബാക്കി നിർത്തേക്കണം. കാരണം കുറച്ച് വെള്ളം വേണമല്ലോ ഇല്ലാത്ത. പിന്നെ നമ്മുടെ മീനൊക്കെ നമ്മുടെ അടുത്ത് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട്. കാരണം നോക്കിയാൽ മനസ്സിലാവും മീനൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് നിക്കാത്ത ആടാ ആടാ പോയി ഉണ്ടോ. ഒരു മര്യാദയില്ലാത്ത മീനാണല്ലോ. ശരിക്കും ഇത്ര നേരം കയ്യിൽ നിന്നതാണ്, ഇപ്പൊ പിന്നെ ക്യാമറ കണ്ടുകൊണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. തേച്ചരച്ചത് പാലൊക്കെ ഇനി ഈ സെറ്റില് വരച്ച് കളയണം. അപ്പൊ നമ്മുടെ ഏകദേശം 20% വാട്ടർ ആയിട്ടുണ്ട് ബാക്കി. അപ്പൊ നമ്മള് വെള്ളത്തിന്റെ പഴയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫിൽറ്റർ ഒന്ന് കഴിച്ച് കഴുകണം. അപ്പൊ ഈ ആയിട്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇനി ഈ ഫിൽറ്റർ ഇവിടുന്ന് ഇത് ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കുന്ന സെറ്റപ്പാണ്. അപ്പൊ അതിന് മുമ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലഗ് കൂലി ഇത് നേരെ വെള്ളത്തിലേക്ക് ഇടണം. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം. അപ്പൊ ഓക്കെ, ഈ വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് തരാം. ബൈ. അപ്പൊ ഗൈസ് നമ്മുടെ ഫിൽറ്റർ ഇതാണ്. ഫിൽറ്ററിൽ അത്യാവശ്യം നന്നായിട്ട് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് നോക്കി അറിയാം. അപ്പൊ നമ്മളിത് ഒന്ന് എടുത്ത് കഴുകാൻ പോവുകയാണ്. ഇത് കണ്ടോ, നല്ല രീതിക്ക് ചെളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കണം. സ്പോഞ്ച് മാത്രം ഇളകിയിരുന്നു. ഓക്കെ, ആ സബാഷ്, നല്ല രീതിക്ക് ചെളിയായിട്ടുണ്ട്. യെസ്, മീനിന്റെ എല്ലാ വേസ്റ്റുകളും നേരെ പോയി പിടിക്കുന്നത് ഈ ഫിൽറ്ററിലേക്കാണ്. അപ്പൊ ഇത്രയും നന്നായിട്ട് വെള്ളം വൃത്തിയായി കിടക്കണമെങ്കിൽ ഈ ഫിൽറ്ററും ഒരു കാരണമാണ്. അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് വെള്ളം മോശമായേനെ. പിന്നെ മണം വന്നത് ഇതിൽ നിന്നും കൂടി ആയിരിക്കും. പക്ഷെ എന്നാലും ടാങ്ക് അത്യാവശ്യം ക്ലീൻ ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ. ഇപ്പൊ നമ്മുടെ ഫിൽറ്റർ ഏകദേശം നമ്മൾ ഒന്ന് കഴുകിയപ്പോൾ നല്ല വൃത്തിയുണ്ട്. ആ വെള്ളം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ ചെളിയും, ആ ടാങ്കിൽ നിൽക്കേണ്ട എല്ലാ ചെളിയും ഈ ബക്കറ്റിലുണ്ട്. നന്നായിട്ട് തേച്ചരച്ച് ഉള്ള എല്ലാ ചെളിയും കളഞ്ഞു വെക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി സ്പോഞ്ച് ഇതിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഇത് ചുമ്മാ ഇങ്ങനെ കുതിക്കേറ്റ് വെച്ചാൽ മതി. ഇതാണ് എൻ്റെ സംഭവം. ഓക്കെ, അടുത്ത് ഇതുപോലെ ഇതിന്റെ മേളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം. യെസ്, അങ്ങനെ നമ്മുടെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ നേരെ വെള്ളത്തിലേക്ക് വെച്ചിട്ട് ബാക്കി വെള്ളം നിറയ്ക്കാം. ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് എയർ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഓസ്. അപ്പൊ നമ്മൾ ഈ ഓസ് ഇങ്ങനെ ഇതിനകത്തേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നാണ് പുറത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ വലിച്ചിട്ട് നമ്മുടെ ടാങ്കിലേക്ക് ഓക്സിജൻ വിടുന്നത്. അപ്പൊ നമ്മുടെ ഫിൽറ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ടാങ്കിലേക്ക് ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇങ്ങനെയുള്ളത് ജസ്റ്റ് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി. ഗ്ലാസ്സിൽ നന്നായിട്ട് ഒട്ടിക്കോളൂ. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഓക്കെ, അത് സെറ്റ് ആയിട്ട് ഇനി അത് ഇളകില്ല. അത് ഇളക്കാൻ കുറച്ച് പാടാണ്. ചരിച്ചിട്ട് ഇളക്കണം. അപ്പൊ ഇളകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് ചൂപ്പത്തിന് കാര്യമില്ല. നമുക്ക് ഇതിനടുത്ത് വെള്ളം നിറയ്ക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. ഇതിന് ഉടിഞ്ഞ് വെയിറ്റ് ആണ്. അപ്പൊ പറ്റും പോലെയൊക്കെ ഒഴിക്കുന്നുണ്ട്. പൈസ ഒഴിക്കാണ് നോക്കുന്നത്. ഈ ഗ്ലാസ്സിൽ മുട്ടിക്കാനും പാടില്ല. ഗ്ലാസ് മുട്ടിച്ചാൽ കോലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് പണിയാവും. അതൊക്കെ മാക്സിമം മുട്ടിക്കാണ്ട് മീനൊന്നും വരാത്ത രീതിയിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കയ്യിൽ സുഖമുണ്ട്. ഏകദേശം വെള്ളം തീർന്നുണ്ട്. അപ്പൊ സക്സസ്ഫുള്ളി നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം കൂടി വേണ്ടിയിരുന്നാണ് തോന്നുന്നത്. പകുതി ആയിട്ടുള്ളൂ. ഇനി നിറച്ചിട്ട് അപ്പൊ കാണാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റ് വെള്ളം ഇത് നമുക്ക് എന്തെങ്കിലും ഫുഡ് സമയം പോയി കുറച്ച് വെള്ളം പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ തുറക്കാം. കൈയൊക്കെ ഇറക്കിയാണ് വെയിറ്റ് കാരണം. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാണ്ട് ഒഴിക്കുന്നുണ്ട്. ഓക്കെ,
രണ്ടാമത് തീർന്നിട്ടുണ്ട്. നമ്മൾ ഫിൽറ്റർ മുങ്ങിയിട്ടില്ല, ഏകദേശം ടൈം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ ഓൺ ആക്കാം. റെഡി 1 2 3. ഫിൽറ്റർ സെറ്റായി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തോട്ടീന്ന് പിടിച്ച ചെറിയ മീനുകളെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നിന്റെ അന്ത്യം പോസ്റ്ററിന്റെ കയ്യിലുള്ളത് വന്നില്ല. നല്ല കഴിവുള്ള മീനാണ്, നമ്മുടെ കയ്യിൽ വരുന്നില്ല. കുഴപ്പമില്ല, പിന്നെ എന്തോരം നേരം ഓടും. മറ്റേ ഇതിനകത്ത് പറയും, ജയിലറിൽ പറയും പോലെ 100 വാട്ടി 1000 വാട്ടി ഇവിടെ പാടാ പിടിച്ചിട്ട് കാണിക്കാതായിരിക്കും നല്ലത്. അവൻ ചാടി നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഓസ്കാർ ചാടി പിടിക്കോ ഓടി പിടിക്കോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് മീൻ ഓൺ ഗോയിങ് ഇട്ടിട്ടുണ്ട്. അത് താഴത്തോട്ടുണ്ട്. ഓസ്കാർ കണ്ടിട്ടുണ്ട്. ഇതേ വരുന്നു ഓടിക്കുന്നു. പിടിക്കടാ. ഓസ്കാറും നമ്മുടെ തുപ്പലംകൊത്തിയുമായി സൗഹൃദ സംഭാഷണത്തിലാണ്. ഓസ്കാർ ആ ചെറിയ മീനെ നന്നായി ഓടിക്കുന്നുണ്ടെങ്കിലും അറ്റാക്ക് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല. ആദ്യമായി ലൈഫ് ഫീഡ് കൊടുത്തോണ്ടായിരിക്കണം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ചെറിയ മീൻ എല്ലാവരും കൂടി പുറകെ ഓടിക്കുന്നുണ്ടായി. അപ്പൊ നമുക്ക് തോട്ടിൽ ചെറിയൊരു ചെമ്മീൻ എടുക്കാൻ പോകണം. ആ മീൻ കുറച്ച് വലുതായിട്ടായിരിക്കും തിന്നത്. നമ്മുടെ ഓസ്കാറിന് സൈസ് ചേർത്താണല്ലോ. അപ്പൊ ചെമ്മീനോട് എടുക്കാൻ പോകണം. സക്സസ്ഫുള്ളി ചെമ്മീൻ കമോൺ. ഇതേ പോകും നമ്മുടെ ചെമ്മീൻ. ചെമ്മീനിട്ട് കൊടുത്തപ്പോഴും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഈ ഓസ്കാറിന്റെ ബോഡിയിൽ റെഡ് കളർ കയറിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോഴാണ് എന്റെ സബ്സ്ക്രൈബർ ബ്രോ എനിക്കൊരു മെസ്സേജ് അയച്ചത്. ഇതെവിടെയോ ലോക്കൽ ബ്രീഡ് ചെയ്യിച്ചതാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുതന്നെയല്ല, ഇതിന്റെ ക്വാളിറ്റിയും തീരെ മോശമായിരുന്നു. പിന്നെ ഇതിനെ മേടിച്ച വിലയ്ക്ക് അത്ര നഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഗപ്പിയെ വളർത്തും പോലെ ഓസ്കാറിനെയും കുറച്ച് വളർത്തിയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഓസ്കാർ ഇട്ട് കൊടുക്കുന്ന എല്ലാ മീനെയും ഓടി നടന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടായി. പക്ഷെ ചെറിയ മീനിന്റെ കൂടെ ഓടി പിടിക്കാൻ നമ്മുടെ ഓസ്കാറിന് ആവുന്നില്ല. അങ്ങനെ നമ്മൾ പിടിച്ച ബാക്കിയുള്ള മീനെല്ലാം ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ മൂന്നാമത്തെ ചെറിയ മീൻ എടുക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ചെറിയ മീനാണ്. ഇതിനെ തിന്നുന്ന നമ്മുടെ പ്രതീക്ഷ. തിന്നാൽ ഓസ്കാറാണ്. ഒരുപാട് നേരം ഓസ്കാറിന്റെ ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി നിന്നു. ഇട്ടുകൊടുത്ത മീനിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതെന്നല്ലാണ്ട് ഒന്നിനെയും കഴിക്കുന്നതായി ഞാൻ കണ്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് തോട്ടിൽ നിന്ന് പിടിച്ച മീനും ഓസ്കാറും തമ്മിൽ കൂട്ടാവാനാണ് സാധ്യത. ആദ്യമായി ലൈഫിൽ കൊടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഓസ്കാറിനും ഉണ്ടായി. അതിന് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഒന്നും അവർക്കില്ലാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കടിക്കാൻ ശ്രമിക്കുന്നുണ്ടായി. പക്ഷെ അപ്പോഴും ചെറിയ മീനുകൾ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവന്മാർ ഇപ്പൊ അടിക്കും നോക്കി നിന്നിട്ട് ഒന്നും നടന്നില്ല. മീനിന്റെ പുറകെ ഓടിക്കുന്നത് കൊണ്ട് എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായി. ഇവർ ലൈഫ് ഫീഡ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എന്നും തോട്ടിൽ പോയി മീൻ പിടിക്കേണ്ടി വരും. പിന്നെ ഇവരുടെ വളർച്ചയ്ക്ക് പെല്ലറ്റിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ലൈഫ് ഫീഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ക്യാമറയും കൊണ്ട് ഇവന്മാരെ പുറകെ നടന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓസ്കാറുകളും നല്ലൊരു മോൺസ്റ്റർ ഫിഷസ് ആണ്. രക്ഷയില്ല, നമ്മുടെ ഓസ്കാർ ക്യാമറ കാണുമ്പോൾ മാത്രം തിന്നുന്നില്ല. ഇട്ടുകൊടുത്ത 3 മീനകത്തുണ്ട്, ഒരെണ്ണത്തിന് കാണാനില്ല. ഒരെണ്ണം തിന്നിട്ടുണ്ടാകാനാണ് ചാൻസ്. അപ്പൊ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ബാക്കി നമ്മൾ പിടിച്ച മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ക്യാമറ കാണാതെ തിന്നോട്ടെ. വേണമെങ്കിൽ അത് തിന്നുന്ന എന്തായാലും മീൻ തിന്നുവാണെങ്കിൽ ഈ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ തിന്നുമായിരിക്കും. അപ്പൊ ചാടി കടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് വൈകിട്ട് സെറ്റാക്കാം. ഈ മീനൊന്നും നാളെ കണ്ടില്ലെങ്കിൽ എടുത്തുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് പോയാൽ നമ്മുടെ ഓസ്കാർക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ, ഓടിക്കുന്ന മാത്രമേ ഉള്ളൂ. തിന്നൊന്നും ഞാൻ കാണുന്നില്ല. കണ്ടു. അപ്പൊ അവനെ നമ്മൾ ഇന്നതേക്ക് ഇറക്കിടാൻ പോകണം. അങ്ങനെ നമ്മുടെ പിടിച്ച മീനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഓസ്കാർ തന്നെയായിരിക്കും. ആദ്യമായിട്ട് കൊടുത്തോണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ ലൈഫിൽ കാണിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല, അത് കണ്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഓടിക്കുന്നുണ്ട്, പക്ഷെ തിന്നുന്നില്ല. പ്രാവശ്യം തിന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് തിന്നുമായിരിക്കും. അപ്പൊ എന്തായാലും ഇതേപോലെ നമ്മൾ ഇനിയും ലൈഫിൽ പിടിക്കുന്നതായിരിക്കും, കൊടുക്കുന്നതായിരിക്കും. നോക്കട്ടെ, ഇതിപ്പോ എന്തായാലും എന്ത് തിന്ന് തീർക്കുന്നോ നമ്മൾ അടുത്ത ലൈഫിൽ പിടിക്കാൻ പോകും. മൂന്നാമതുണ്ട് അടിയത് കഴിച്ച് ടേസ്റ്റ് പിടിച്ച്. അതാണ്, ഒരു മീനിനെ കഴിച്ചാൽ മതി. പിന്നെല്ലാം പടപടാന്ന് കഴിച്ചു. അധികം നേരം വേണ്ടി വരില്ല. ഈ വലിയ മീനുകളാണ് നോക്കണം, നോക്കിയാൽ മതി. ബാക്കിയെല്ലാം പെട്ടെന്ന് നോക്കണം. ചാടി അടിക്കുന്നുണ്ടല്ലോ.
അങ്ങനെ നമ്മൾ എത്തിയിട്ട് ഇവിടെ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളെല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ തുരുമുടിയുടെ പാറ പറഞ്ഞൊരു ഗുണമുണ്ട്. എവിടെയും ക്ലിപ്പിടേണ്ടത് മനസ്സിലാവും. എവിടെയും ക്ലിപ്പിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പാടുണ്ട്. അപ്പൊ നമ്മള് ഓരോ ക്ലിപ്പായിട്ട് എടുത്ത് കാരണം ഓസ്കാർ ഫീൽ എടുക്കാനായിട്ട് നന്നായിട്ട് ചാടുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോ എന്തായാലും പുറത്തേക്ക് ചാടാനുള്ള സാധ്യത 100% ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് ഉണ്ടായിരുന്നത്. ഈ നെറ്റുകൾ എന്തായാലും ചാടില്ല, കാരണം നമ്മൾ എല്ലായിടത്തും നല്ല ക്ലിപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചാടണമെങ്കിൽ ഇവന്മാര് കുറച്ചും കൂടി ചെയ്യണം. അപ്പൊ ഈ ക്ലിപ്പിനൊക്കെ തുരുമ്പ് ഇരുമ്പാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഓസ്കാർ ആദ്യം ഒന്ന് മടിച്ചിരുന്നെങ്കിലും പിന്നെ അത്യാവശ്യം നല്ല ഓടിക്കുന്നുണ്ട്. തിന്നാൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കിട്ടുമായിരിക്കും, അത് കുറച്ചുകൂടെ കഴിയുമ്പോ അവര് സെറ്റ് ആക്കുമായിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതിലും കിഡിലിനായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പുതിയ ഓസ്കാറൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്, പുതിയ ഗപ്പിനെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകണം. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടുത്താൻ ഞാൻ ഇതില്ല. അതുകൊണ്ട് അടുത്തെടുക്കണം. ബൈ.